സജോ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ തിരിച്ചു വരുന്ന ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമാവുകയായിരുന്നു എന്ന് തോന്നുന്നു. അമൃത ഹോസ്പിറ്റലായിരുന്നു 2 ദിവസം മുൻപ് വരെ എന്നാണ് ഞാൻ കേട്ടത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് സജോ? അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി. ഇന്ന് പുലർച്ചെ എന്തോ ഒരു ദേഹാസ്വസ്ഥ ഉണ്ടായി എന്നാണ് കേട്ടത്. അതിനുശേഷം പെട്ടെന്ന് തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് അന്ത്യം സംഭവിച്ചു എന്നാണ് അറിയുന്നത്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദീർഘനാളായി അദ്ദേഹം ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിന് ഡയാലിസിസും ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അമൃതയിലേക്ക് പോകുന്നതിന് വേണ്ടി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ രാവിലെ പോകാൻ വേണ്ടി രാവിലെയോടുകൂടി ഇറങ്ങിയ ആ ഘട്ടത്തിൽ വഴിമധ്യേ ആരോഗ്യനില വഷളാകുന്ന സാഹചര്യമായി. തുടർന്ന് തൃപ്പൂണിത്തുറ അടുത്ത് തന്നെ എത്തിയപ്പോൾ നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗവും സംഭവിച്ചു എന്നതാണ്. അദ്ദേഹത്തെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്തായിരുന്നു ലക്ഷ്യം, പക്ഷെ അതിന് കഴിയാതെ പോയി. ഈ കുറേയധികം നാളുകളായി അദ്ദേഹം അമൃത ആശുപത്രിയിൽ തന്നെ തുടർച്ചയായി ചികിത്സയിലായിരുന്നു. ഇന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നത് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും വേണം. ഒപ്പം രാവിലെ തന്നെ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് അമൃതയിൽ എത്താം എന്ന് കരുതി യാത്ര ആരംഭിച്ചു. പക്ഷേ വഴിമധ്യേ കൂടുതൽ ആരോഗ്യനില വഷളായതോടുകൂടിയാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളും മറ്റ് അടുത്ത കുടുംബാംഗങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളും ചലച്ചിത്ര പ്രവർത്തകരുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം ഒരുക്കും. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും വിധമാണ് ക്രമീകരണം ഉള്ളത്. തൃപ്പൂണിത്തുറയിൽ തന്നെയും പൊതുദർശനത്തിലുള്ള ക്രമീകരണം ഒരുക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിലെ കൂടിയാലോചനകൾക്ക് ശേഷം കുടുംബാംഗങ്ങളുമായി മറ്റും ആലോചിച്ചതിന് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ് ഇപ്പോൾ അടുത്ത ബന്ധുക്കളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇവിടെ മറ്റ് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്.